ഇപ്പോൾ ഡിഫറൻസിയേഷനിൽ അടുത്ത സ്റ്റാൻഡേർഡ് റിസൾട്ടിലോട്ട് പോവുകയാണ്. ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ്. സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം. അതിനാദ്യം y ഈക്വൽ ടു സൈൻ എക്സ് എന്ന് എഴുതുക. Let y is equal to sin x. Sin x is a function of x. Therefore, we can express sin x as f of x. We know that sin x is a function of x. Therefore, we can express sin x as f of x. Then find the derivative of y. Derivative of y is symbol is dy by dx. We can express dy by dx as a limit function. കഴിഞ്ഞ ക്ലാസ്സിൽ ഡി വൈ ബൈ ഡി എക്സിൻ്റെ ഡെഫിനിഷൻ പഠിച്ചപ്പോൾ നമ്മൾ ഈ റിസൾട്ടാണ് പഠിച്ചത്. ഈ റിസൾട്ട് മെമ്മറൈസ് ചെയ്താൽ മാത്രമേ നമുക്ക് സൈൻ എക്സിൻ്റെയും കോസ് എക്സിൻ്റെയൊക്കെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ പറ്റൂ. അപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് ഈസ് സെയിം ആസ് ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് എക്സ് ബൈ ഡെൽറ്റ എക്സ്. ഇനി നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷനാണ്. എഫ് ഓഫ് എക്സിന് പകരം സൈൻ എക്സ് എന്ന് കൊടുക്കാം. എക്സിന് പകരം എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് വരുമ്പോൾ സൈൻ എക്സിന് പകരം സൈൻ എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് എന്ന് വരും. എഫ് എക്സിന് പകരം സൈൻ എക്സ് എന്ന് കൊടുത്തു. എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സിന് പകരം സൈൻ എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് എന്ന് കൊടുത്തു. ഇവിടെ സൈൻ സി മൈനസ് സൈൻ ഡി എന്ന് നമുക്കിത് വായിക്കാം. സൈൻ സി മൈനസ് സൈൻ ഡി. സൈൻ സി മൈനസ് സൈൻ ഡി പ്രോഡക്റ്റ് ഫോർമുലയാണ്. പ്രോഡക്റ്റ് ഫോർമുല നമ്മൾ അപ്ലൈ ചെയ്യണം. പ്രോഡക്റ്റ് ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ സൈൻ സി മൈനസ് സൈൻ ഡിയുടെ പ്രോഡക്റ്റ് ഫോർമുല എന്ന് പറയുന്നത് 2 cos c പ്ലസ് ഡി ബൈ 2 ഇൻറ്റു സൈൻ സി മൈനസ് ഡി ബൈ 2. സൈൻ സി മൈനസ് സൈൻ ഡിയുടെ ഫോർമുല എഴുതുമ്പോൾ 2 cos c പ്ലസ് ഡി എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് പ്ലസ് എക്സ് ബൈ 2 ഇൻറ്റു സൈൻ സി മൈനസ് ഡി ബൈ 2. ഇവിടെ എക്സ് പ്ലസ് എക്സ് എന്ന് പറഞ്ഞാൽ 2x ആണ്. 2x ബൈ 2 ഈസ് എക്സ്. അപ്പോൾ ഇതിനെ നമുക്ക് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ബൈ 2 എന്ന് എഴുതാം. ഇതിൻ്റെ സിംപ്ലിഫിക്കേഷൻ ന്യൂമറേറ്ററിൽ എക്സ് പ്ലസ് എക്സ് 2x, 2xനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ബൈ 2 ഇൻറ്റു സൈൻ എക്സും എക്സും ക്യാൻസൽ ആവും. അപ്പോൾ ഡെൽറ്റ എക്സ് ബൈ 2 ഡിവൈഡഡ് ബൈ ഈ ഡെൽറ്റ എക്സ് ഈ 2 താഴെ കൊണ്ടെഴുതി. അപ്പോൾ ഡെൽറ്റ എക്സ് ബൈ 2. ഓക്കെ, ഈ 2 ഇവിടെ ഡെൽറ്റ എക്സ് ഉണ്ട്. ഈ 2 ന്യൂമറേറ്ററിലാണ്. ആ 2നെ നമ്മൾ ഡെൽറ്റ എക്സിൻ്റെ ഡിനോമിനേറ്ററായിട്ട് ഇടാം. വിലയ്ക്ക് വ്യത്യാസമില്ല. ഇതിൻ്റെ വാല്യൂ എന്താണ്? ഇത് സൈൻ തീറ്റ, ഇത് തീറ്റ. അപ്പോൾ സൈൻ തീറ്റ ബൈ തീറ്റയാണ്. അതിൻ്റെ വാല്യൂ 1 ആണ്. ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 ആകുമ്പോൾ ഈ വാല്യൂ 0 ആണ്. അപ്പോൾ ഡെൽറ്റ എക്സ് ബൈ 2ഉം 0 ആണ്. സൈൻ ഡെൽറ്റ എക്സ് ബൈ 2 ബൈ ഡെൽറ്റ എക്സ് ബൈ 2 എന്ന് പറഞ്ഞാൽ സൈൻ തീറ്റ ബൈ തീറ്റ 1 എന്ന് വരും. അപ്പോൾ ഈ പോർഷൻ 1 ആയിട്ട് വരും.
സൈൻ തീറ്റ ബൈ തീറ്റ ഈ പോർഷൻ അത് 1. ഇവിടെ എന്ത് വരും? ഡെൽറ്റ എക്സിന് 0 കൊടുക്കണം. ഡെൽറ്റ എക്സിന് 0 കൊടുത്താൽ കോസ് എക്സ് എന്ന് വരും. അതായത് കോസ് എക്സിന് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നത് സൈൻ എക്സ് എന്നാണ്. ഇമ്പോർട്ടൻ്റ് റിസൾട്ടാണ്. ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് ഇസ് ഈക്വൽ ടു കോസ് എക്സ്. സൈൻ എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നത് കോസ് എക്സ് ആണ്. ഇത് ഒരു സ്റ്റാൻഡേർഡ് റിസൾട്ടാണ്. ഇത് നമ്മൾ മെമ്മറൈസ് ചെയ്യണം. പല സ്ഥലത്തും നമ്മളിത് ഉപയോഗിക്കും. നെക്സ്റ്റ് സ്റ്റാൻഡേർഡ് റിസൾട്ട്, ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് കോസ് എക്സ്. Assume that y is equal to cos x. Assume that y is equal to cos x. Cos x is we know that cos x is a function of x. Therefore, we can express cos x as f of x. Then find dy by dx. We know that dy by dx is equal to dy by dx is equal to limit delta x tends to 0 f of x plus delta x minus fx by delta x. You must remember this result. അതായത് എക്സ് റൈസ് ടു എൻ്റെ ഡെറിവേറ്റീവ് കാണാനും സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കാണാനും കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് കാണാനും ഈ റിസൾട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഈ റിസൾട്ട് മെമ്മറൈസ് ചെയ്യണം. ഇതിൽ ഒരു പ്രോബ്ലം സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. ഒന്നുകിൽ എക്സ് റൈസ് ടു എൻ ചോദിക്കും, അല്ലെങ്കിൽ കോസ് എക്സ് ചോദിക്കും, അല്ലെങ്കിൽ സൈൻ എക്സ് ചോദിക്കും. നിങ്ങൾക്ക് 6 മാർക്ക് കിട്ടും. ഷുവറാണ്. 3 പ്രൂഫ് പഠിച്ചുകൊണ്ട് പോകണം. അതിൽ എക്സ് റൈസ് ടു എന്നിൻ്റെ പ്രൂഫ് പഠിപ്പിച്ചു കഴിഞ്ഞു, സൈൻ എക്സിൻ്റെ പ്രൂഫ് പഠിപ്പിച്ചു കഴിഞ്ഞു. ഇനി കോസ് എക്സിൻ്റെ പ്രൂഫ് പഠിപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇനി നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷനാണ്. എഫ് എക്സ് എന്ന് പറയുന്നത് കോസ് എക്സ് ആണ്. അപ്പോൾ എഫ് എക്സിന് പകരം കോസ് എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അടുത്ത എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ്. എക്സിന് പകരം എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് കൊടുത്താൽ കോസ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് എന്ന് കിട്ടും. അപ്പോൾ കോസ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് കോസ് എക്സ് ബൈ ഡെൽറ്റ എക്സ് ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്, ഇനി അപ്ലൈ ചെയ്യാൻ പോകുന്നത് ട്രിഗണോമെട്രിയിലെ റിസൾട്ടാണ്. ട്രിഗണോമെട്രിയിലെ പ്രോഡക്റ്റ് റൂൾ. കോസ് സി മൈനസ് കോസ് ഡി. കോസ് സി മൈനസ് കോസ് ഡിയുടെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ -2 സൈൻ സി പ്ലസ് ഡി ബൈ 2 ഇൻറ്റു സൈൻ സി മൈനസ് ഡി ബൈ 2. C plus D, x plus delta x plus x. C plus D by 2. C is x plus delta x plus delta x plus x by 2 into sin C minus D by 2. C minus D, x plus delta x minus x by 2 divided by delta x. X cancel out. Delta x by 2 എന്ന് കിട്ടും. ഇത് x plus x ആണ്, 2x ആണ്, by 2x ആണ്. ഓക്കെ, ഇത് എക്സ് പ്ലസ് എക്സ് 2എക്സിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എക്സ് പ്ലസ് ഡെൽറ്റ എക്സിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഡെൽറ്റ എക്സ് ബൈ 2. ഇത് എക്സും വെട്ടിപ്പോയി സൈൻ ഡെൽറ്റ എക്സ് ബൈ 2 ഡിവൈഡഡ് ബൈ ഈ ഡെൽറ്റ എക്സ്, അതിൻ്റെ താഴെ ഈ 2 എഴുതി, അങ്ങനെ ഡെൽറ്റ എക്സ് ബൈ 2. ഈ മൈനസ് ഇവിടെ ഉണ്ട്. ഇനി സൈൻ തീറ്റ ബൈ തീറ്റയുടെ രൂപത്തിലാണ്. സൈൻ തീറ്റ ബൈ തീറ്റയുടെ വാല്യൂ 1 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഈ ലിമിറ്റ് എന്ന് പറയുന്നത് 1 ആണ്. ഇവിടെ ഡെൽറ്റ എക്സിന് 0 എടുത്താൽ അത് 0 ആയിപ്പോൾ ബാക്കി മൈനസ് സൈൻ എക്സ് എന്ന് വരും.
Therefore, derivative of cos x is equal to minus sin x. You must memorize this result. Derivative of x raised to n is equal to n x raised to n minus 1. Derivative of cos x is equal to, sin x is equal to cos x, and derivative of cos x is equal to minus sin x. അപ്പോൾ നമ്മൾ 3 സ്റ്റാൻഡേർഡ് റിസൾട്ട് പഠിച്ചു കഴിഞ്ഞു, അതിൻ്റെ പ്രൂഫ് പഠിച്ചു കഴിഞ്ഞു. അത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ പറയുകയും ചെയ്തു. അടുത്തത് പഠിക്കാൻ പോകുന്ന ഡിഫറൻസിയേഷൻ്റെ ചില റൂൾസാണ്. ആ റൂൾസ് പഠിച്ചാൽ മാത്രമേ നമുക്ക് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റൂ. ഫസ്റ്റ് റൂൾ ഇതാണ്: കോൺസ്റ്റൻറ്റിൻ്റെ ഡെറിവേറ്റീവ് എന്താണെന്നാണ്. കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇല്ലാത്ത ക്വാണ്ടിറ്റി. ചേഞ്ച് ഇല്ലാത്ത ക്വാണ്ടിറ്റിയെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 0 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് എ കോൺസ്റ്റൻറ്റ് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ 5ൻ്റെ ഡെറിവേറ്റീവ് എന്താണെന്ന് ചോദിച്ചാൽ എന്ത് പറയും നിങ്ങൾ? 5 ഈസ് എ കോൺസ്റ്റൻറ്റ്, ദെർഫോർ ദ ഡെറിവേറ്റീവ് ഈസ് 0. അതുപോലെ 1ൻ്റെ ഡെറിവേറ്റീവ് 0 ആയിരിക്കും, 2ൻ്റെ ഡെറിവേറ്റീവ് 0 ആയിരിക്കും. കോൺസ്റ്റൻ്റ് ആയിട്ട് വരുന്ന എല്ലാ ക്വാണ്ടിറ്റിയുടെയും ഡെറിവേറ്റീവ് 0 ആയിരിക്കും. അതാണ് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് റിസൾട്ട്. ഫസ്റ്റ് റൂൾ. ഡെറിവേറ്റീവ് ഓഫ് എ കോൺസ്റ്റൻറ്റ് ഈസ് 0. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് നിങ്ങൾ ഓർത്തിരിക്കണം. നെക്സ്റ്റ് റിസൾട്ട്: ഡെറിവേറ്റീവ് ഓഫ് എ കോൺസ്റ്റൻറ്റ് ഇൻറ്റു എ ഫംഗ്ഷൻ ഓഫ് എക്സ്. യു ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ്, സി ഈസ് എ കോൺസ്റ്റൻറ്റ്. അപ്പം ഇപ്പോൾ സൈൻ എക്സിനെ നിങ്ങൾ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, അപ്പോൾ 5 സൈൻ എക്സ് എന്ന് വരും. അതിനെ എങ്ങനെയാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്? അതുപോലെ യു എന്ന് പറഞ്ഞാൽ കോസ് എക്സ് ആണെങ്കിൽ 5 കോസ് എക്സ്, 5 കോസ് എക്സിനെ എങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യും? ഇത് ഡിഫറൻഷ്യേറ്റ് ചെയ്യാനുള്ള ടെക്നിക്ക് ഇത്രയേ ഉള്ളൂ. ആദ്യം സി പുറത്തെടുക്കണം, സി ഇങ്ങ് പുറത്തെടുക്കും. എന്നിട്ട് യുവിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അപ്പോൾ കോൺസ്റ്റൻറ്റ് ഇൻറ്റു യുവിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻറ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് യു. എക്സാമ്പിളായിട്ട് ഡെറിവേറ്റീവ് ഓഫ് 3 cos x. 3 is a constant into function of x. cos x is a function of x. എന്ത് ചെയ്യണം? 3യെ പുറത്തെടുക്കണം, എന്നിട്ട് cos x-നെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. 3 ഇൻറ്റു cos x-നെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മൈനസ് സൈൻ എക്സ് എന്ന് കിട്ടും. അപ്പോൾ ആൻസർ എന്ത് വരും? -3 സൈൻ എക്സ് എന്ന ആൻസർ വരും. ഇതെന്താ എഴുതിയേക്കുന്നത്? ഡി ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവ് ആണ്. ഡെറിവേറ്റീവ് ഓഫ് യു പ്ലസ് വി ഓർ യു മൈനസ് വി. ഇപ്പോൾ 2 ഫംഗ്ഷൻസ്, ഇപ്പോൾ സൈൻ എക്സും കോസ് എക്സും. സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് എങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യും? സൈൻ എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം, പ്ലസ് കോസ് എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അപ്പോൾ ഓരോന്നിനെയും ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ട് ഒന്നുകിൽ ആഡ് ചെയ്യണം അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ ഡി യു ബൈ ഡി എക്സ് പ്ലസ് ഓർ മൈനസ് ഡി വി ബൈ ഡി എക്സ്. ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത് സെപ്പറേറ്റ് ആയിരിക്കണം, എന്നിട്ട് ആഡ് ചെയ്യണം. ഓരോന്നിനെയും ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ട് ആഡ് ചെയ്യണം, അല്ലെങ്കിൽ ഓരോന്നിനെയും ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ട് സബ്ട്രാക്ട് ചെയ്യണം. എക്സാമ്പിളായിട്ട് ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർഡ് പ്ലസ് സൈൻ എക്സ്. എക്സ് സ്ക്വയർഡ് പ്ലസ് സൈൻ എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അപ്പോൾ ഓരോന്നിനെയും ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. എക്സ് സ്ക്വയറിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞതാണ്. എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എൻ ഇൻറ്റു എക്സ് റൈസ് ടു എന്നിൻ്റെ രൂപത്തിലാണ് എക്സ് സ്ക്വയർഡ് വരുന്നത്. അപ്പോൾ എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എൻ ഇൻറ്റു എക്സ് റൈസ് ടു എൻ മൈനസ് 1. എൻ എന്ന് പറഞ്ഞാൽ ഇവിടെ 2 ആണ്. അപ്പോൾ 2 ഇൻറ്റു എക്സ് റൈസ് ടു എൻ മൈനസ് 1. ഇവിടെ 2 മൈനസ് 1. 2 മൈനസ് 1 ഈസ് 1. അപ്പോൾ 2x എന്ന് വരും എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ്. പ്ലസ് സൈൻ എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ കോസ് എക്സ്. ഇതാണ് സം റൂൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡിഫറൻസ് റൂൾ എന്ന് പറയുന്നത്. ഇത് ഓർത്തിരിക്കണം.
അടുത്ത പഠിക്കാൻ പോകുന്നത് പ്രോഡക്റ്റ് റൂളാണ്. രണ്ട് ഫംഗ്ഷൻസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇപ്പോൾ സൈൻ എക്സും കോസ് എക്സും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു, എന്നിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറയുന്നു. നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് സൈൻ എക്സിനെയും കോസ് എക്സിനെയും ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ അറിയാം, എന്നാൽ സൈൻ എക്സിൻ്റെ കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് നമുക്ക് അറിയത്തില്ല. അതെങ്ങനെയാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യേണ്ടതെന്നാണ് ഈ റൂള് പറയുന്നത്. അപ്പോൾ അതിന് പ്രോഡക്റ്റ് റൂൾ എന്നാണ് പറയുന്നത്. അപ്പോൾ യു ഇൻറ്റു വി എന്നെടുക്കാം നമുക്ക്. ഡി ബൈ ഡി എക്സ് ഓഫ് യു ഇൻറ്റു വി. ആദ്യം നിങ്ങൾ യുവിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. ഒരെണ്ണത്തിന് മാത്രമേ ഒരു ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റൂ, രണ്ടും കൂടെ ഒരുമിച്ച് നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റില്ല. ആദ്യം നിങ്ങൾ യുവിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം, അപ്പോൾ ഡി യു ബൈ ഡി എക്സ് കിട്ടും. എന്നിട്ട് വി അതേപോലെ അവിടെ ഇട്ടേക്കണം. അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാനും നിൽക്കരുത്, അത് തന്നെ വി പ്ലസ് ഇടണം. എന്നിട്ട് നിങ്ങൾ യുവിനെ ഒന്നും ചെയ്യത്തില്ല, പിന്നെന്ത് ചെയ്യണം? വിയെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. ഇതിനാണ് പ്രോഡക്റ്റ് റൂൾ എന്ന് പറയുന്നത്. ആദ്യം എന്ത് ചെയ്തു? യു എന്നുള്ള ഫസ്റ്റ് ഫംഗ്ഷനെ നിങ്ങൾ ഡിഫറൻഷ്യേറ്റ് ചെയ്തു, അപ്പം ഡി യു ബൈ ഡി എക്സ് കിട്ടി. സെക്കൻഡിന് അതേപോലെ ഇട്ടു, പിന്നെ ഒരു പ്ലസ് സിമ്പൽ കൊടുക്കണം, മറക്കരുത്, പ്ലസ് സിമ്പലാണ് കൊടുക്കേണ്ടത്. പ്ലസ് സിമ്പൽ കൊടുത്തിട്ട് ഫസ്റ്റിനെ നിങ്ങളൊന്നും ചെയ്യുന്നില്ല, യു എന്ന് തന്നെ ഇട്ട്, എന്നിട്ട് സെക്കൻഡ് വി അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്തു, ഡി വി ബൈ ഡി എക്സ്. ഇതിനെയാണ് പ്രോഡക്റ്റ് റൂൾ എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് വെച്ച് പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. നെക്സ്റ്റ് റൂളിൻ്റെ പേരാണ് കോഷ്യൻ്റ് റൂൾ. നെക്സ്റ്റ് റൂളാണ് കോഷ്യൻ്റ് റൂൾ. എന്താണ് കോഷ്യൻ്റ് റൂൾ എന്ന് പറയാം? ഒരു ഫംഗ്ഷനെ മറ്റൊരു ഫംഗ്ഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ സൈൻ എക്സിനെ കോസ് എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, അതാണ് കോഷ്യൻ്റ് ഓഫ് ടു ഫംഗ്ഷൻസ്. എന്നിട്ട് അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം, അപ്പോൾ അതിനെ കോഷ്യൻ്റ് റൂൾ എന്ന് പറയും. അപ്പോൾ ഡി ബൈ ഡി എക്സ് ഓഫ് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഒരു ഫംഗ്ഷൻ ഡിവൈഡ് ബൈ അനദർ ഫംഗ്ഷൻ, യു ബൈ വി. യു ബൈ വിയുടെ ഡെറിവേറ്റീവ് ശ്രദ്ധിച്ചിരിക്കണം. ഇവിടെ എന്താ മനസ്സിലാക്കേണ്ടത്? ഈ റൂള് വി എന്ന് പറയുന്ന ഡിനോമിനേറ്ററാണ്. ഡിനോമിനേറ്റർ ഇൻറ്റു യു എന്ന് പറയുന്ന ന്യൂമറേറ്ററാണ്. യുവിന് എന്ത് ചെയ്തു? നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്തു. അപ്പോൾ ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദി ന്യൂമറേറ്റർ. എന്നിട്ട് ഇവിടെ ഒരു മൈനസ് കൊടുക്കണം, പ്ലസ് ഇട്ടാൽ തെറ്റാണ്, മൈനസ് മറക്കരുത്, മൈനസ്. എന്ത് ചെയ്യണം? യു എഴുതണം. യു എന്ന് പറയുന്ന ന്യൂമറേറ്റർ ഇൻറ്റു എന്ത് ചെയ്യണം? ഡിനോമിനേറ്ററിന് ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അപ്പോൾ എന്താ വായിക്കേണ്ടത്? ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദി ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദി ഡിനോമിനേറ്റർ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ. ഇതിന് പറയുന്ന പേരാണ് കോഷ്യൻ്റ് റൂൾ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് മറന്നുപോയി കഴിഞ്ഞാൽ പല പ്രോബ്ലംസും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ റിസൾട്ട് നിങ്ങൾ മെമ്മറൈസ് ചെയ്യണം. ഇത്രയും റിസൾട്ട്സ് മെമ്മറൈസ് ചെയ്യുക. നെക്സ്റ്റ് പ്രോബ്ലമാണ് ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് ടാൻ എക്സ്. ടാൻ എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. ഇത് നമ്മൾ കോഷ്യൻ്റ് റൂൾ വെച്ചിട്ടാണ് ടാൻ എക്സിനെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പോകുന്നത്. ടാൻ എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടാൻ എക്സിന് പകരം സൈൻ എക്സ് ബൈ കോസ് എന്ന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. റീപ്ലേസ് ടാൻ എക്സ് ബൈ സൈൻ എക്സ് ബൈ കോസ് എക്സ്. ഇത് ന്യൂമറേറ്റർ യു, ഡിനോമിനേറ്റർ വി. കോഷ്യൻ്റ് റൂൾ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യും. റൂള് ഡിനോമിനേറ്റർ ഇൻറ്റു
ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദി ന്യൂമറേറ്റർ. ഡിനോമിനേറ്റർ കോസ് എക്സ് ആണ്, ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ സൈൻ എക്സ്. ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് മൈനസ് കൊടുക്കണം, മൈനസ് ന്യൂമറേറ്റർ എഴുതണം. Numerator into derivative of the denominator divided by denominator square. ഇനി നമുക്ക് ഡിഫറൻഷിയേഷൻ ആണ്. സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം, സ്റ്റാൻഡേർഡ് റിസൾട്ടാണ്. സൈൻ എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ കോസ് എക്സ്. അടുത്ത കോസ് എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. കോസ് എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മൈനസ് സൈൻ എക്സ്. കോസ് എക്സ് ഇൻറ്റു കോസ് എക്സ് കോസ് സ്ക്വയർഡ് എക്സ്, മൈനസ് മൈനസ് പ്ലസ് സൈൻ എക്സ്, മൈനസ് മൈനസ് പ്ലസ് സൈൻ എക്സ് ഇൻറ്റു സൈൻ എക്സ് സൈൻ സ്ക്വയർഡ് എക്സ്. കോസ് സ്ക്വയർഡ് എക്സ് പ്ലസ് സൈൻ സ്ക്വയർഡ് എക്സ് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് റിസൾട്ടാണ്. ട്രിഗണോമെട്രിയിൽ 1 എന്ന് വരും. വൺ ബൈ കോസ് സ്ക്വയർഡ് എക്സ് എന്ന് പറഞ്ഞാൽ സീക്സ് സ്ക്വയർഡ് എക്സ് ആണ്. അപ്പോൾ ടാൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ സീക്സ് സ്ക്വയർഡ് എക്സ് ആണ്. ഇമ്പോർട്ടൻറ്റ് റിസൾട്ട് ഇത് നിങ്ങൾ മെമ്മറൈസ് ചെയ്യണം. ഡെറിവേറ്റീവ് ഓഫ് ടാൻ എക്സ് ഈസ് സീക്സ് സ്ക്വയർഡ് എക്സ്. ഇതിൻ്റെ പ്രൂഫൊന്നും വേണ്ട. ഡെറിവേറ്റീവ് ഓഫ് ടാൻ എക്സ് ഈസ് സീക്സ് സ്ക്വയർഡ് എക്സ് എന്ന് നിങ്ങൾ ഓർത്തിരിക്കുക.